ജിബിൻ ജെബി കൂടിയുണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെ പരിസരത്ത് നിന്ന്. ജിബിൻ, എപ്പോഴാണ് പോറ്റിയെ വീണ്ടും അങ്ങോട്ടേക്ക് എത്തിച്ചത്? 14 ദിവസത്തെ കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് ഒക്കെയുണ്ട്. ഇനി വരാനിരിക്കുന്ന നടപടികൾ? ദിവിഷ്, ഇന്ന് 4 മണിയോട് കൂടിയാണ്, അല്പസമയം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇഞ്ചയ്ക്കല്ലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഓഫീസിൽ, അതായത് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് രാവിലെ വരെ ചോദ്യം ചെയ്യലിനായി തുടർന്ന ഇഞ്ചയ്ക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് 4 മണിയോട് കൂടി പത്തനംതിട്ടയിൽ നിന്ന്, റാന്നിയിലെ കോടതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വാഹന വ്യൂഹത്തിന് പിന്നാലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള SP ശശിധരൻ, അതുപോലെ SP ബിജോയ് തുടങ്ങിയവർ ഈ സംഘത്തിനുണ്ടായിരുന്നു. അതായത് ഇനിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യൽ ഇവിടെ വെച്ച് തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാന്നിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന വഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിന്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ആദ്യ സ്വർണ്ണപ്പാളി കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ഒരു തെളിവെടുപ്പിനായി ഇറക്കുമെന്നുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും തന്നെ ഈ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇറക്കിയില്ല. നേരെ കൊണ്ടുവന്നത് ഇഞ്ചയ്ക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്തേക്കായിരുന്നു. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ആദ്യ ദിവസം മുതൽ തന്നെ ഈ കേസെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് കേസ് എത്തിയത് മുതൽ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു: എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലെടുക്കാത്തതെന്നും അറസ്റ്റ് രേഖപ്പെടുത്താത്തത് എന്നുള്ളത് കാര്യം വലിയ ചോദ്യചിഹ്നമായി തുടർന്നത്. പക്ഷേ അതിനുള്ളൊരു മറുപടി കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനുണ്ട് അവർക്ക് നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു. അന്യ സംസ്ഥാനം, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടകയും പോയി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി കിളിമാനൂരിന് സമീപത്തുള്ള പുളിമാത്തിലെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി 12 മണിയോടുകൂടിയാണ് പുളിമാത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയെടുക്കുന്നത്. ഇന്ന് നമ്മൾ മാതൃഭൂമി ന്യൂസ് സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവിന്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ പറഞ്ഞതും നോട്ടീസൊന്നും തന്നെ നൽകിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കും 12:15 ഇടയ്ക്കാണ് പുളിമാത്തിലെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയെടുക്കുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യൽ തുടർന്നു. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് ഇഞ്ചയ്ക്കലുള്ള ഈ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുന്നത്. ആ ചോദ്യം ചെയ്യലാണ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടുനിന്നത്.